SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. BJP വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ പ്രവർത്തിച്ചു. LDF രാജ്യസഭാംഗങ്ങളെ നിശ്ചയിച്ചതിനെതിരെ പ്രസ്താവന നടത്തിയത് ഈ ദിശയിലാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. ഗുരുദർശനം തന്നെയാണോ SNDP യോഗം ജനറൽ സെക്രട്ടറി പിന്തുടരുന്നത് എന്നുകൂടി അദ്ദേഹം ദേശാഭിമാനിയിലെ തൻ്റെ പ്രതിവാര പങ്ക്തിയിൽ ചോദിച്ചു. ഷബീദ് റാവുത്തർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. ഷബീദ്, ഗോവിന്ദൻ മാസ്റ്ററോട് നമുക്ക് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാൻ കഴിഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളിയെ നിശ്ചിതമായി വിമർശിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്ന കാര്യത്തിൽ? വെരി ഗുഡ് മോർണിംഗ്. CPM സംസ്ഥാന നേതൃയോഗങ്ങളിലടക്കം ഈഴവ വോട്ടുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ CPM നിന്ന് അകലാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് SNDPയുടെയും പ്രധാനമായും വെള്ളാപ്പള്ളി നടേശൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ചില നീക്കങ്ങൾ, പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളിയുടെ അടക്കം പേരെടുത്തുള്ള വിമർശനങ്ങൾ CPM സംസ്ഥാന കമ്മിറ്റിയിലടക്കം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിമർശനം നടത്തുന്നു എന്ന ഉള്ളടക്കത്തോടുകൂടി ദേശാഭിമാനിയിലെ ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഗൗരവമുള്ള വിമർശനം, കാര്യമായ വിമർശനം അത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തുന്നത്. CPMുമായും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായും വലിയ അടുപ്പം വെള്ളാപ്പള്ളി നടേശൻ പുലർത്തുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ അത് കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപ് ഉയർന്നിരുന്നു. അതടക്കമുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് CPMൻ്റെ ഇങ്ങനെയുള്ളൊരു വിമർശനം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് BJPക്ക് വോട്ട് പോകാനുള്ള സാഹചര്യത്തെയാണ് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കമായ ഒരു ചൂണ്ടുപലകയായി CPM ഇതിൽ കാണുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതിൽ ഈ ലേഖനത്തിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് BJPയുടെ വളർച്ച, പ്രത്യേകിച്ച് തൃശ്ശൂരിലടക്കം BJP സീറ്റ് നേടാനുള്ള സാഹചര്യം അത് ഗൗരവമായി കാണുന്നുണ്ട്. മണിപ്പൂരിനെ കുരുതിക്കളമാക്കിയത് ഇതേ BJP ആണെന്ന് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ മറന്നു പോകരുതെന്ന ഈ ലേഖനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. BJPക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവരും പ്രവർത്തിച്ചു. രാജ്യസഭാംഗങ്ങളെ നിശ്ചയിച്ചതിൽ ഇടതുപക്ഷം ന്യൂനപക്ഷത്തിന് കീഴ്പ്പെട്ടു തുടങ്ങിയ പ്രസ്താവനകൾ ഈ ദിശയിലുള്ളതാണെന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ ഉയർത്തുന്നുണ്ട്. പലമത സാരവും ഏകമെന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഗുരുദർശനം തന്നെയാണോ SNDP ജനറൽ സെക്രട്ടറിയുടെ എന്ന ശ്രീനാരായണ ഗുരുദർശനം പിന്തുടരുന്നവർ ആലോചിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട MV ഗോവിന്ദൻ പറയുന്നുണ്ട്. അങ്ങനെ നിലവിലിപ്പോൾ SNDPയിൽ ഉടലെടുത്തിരിക്കുന്ന ആഭ്യന്തര പ്രശ്നം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് CPM വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രവുമല്ല, ഈ വിമർശനത്തെ നമുക്ക് ചെറുതായി കാണാനും കഴിയില്ല. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ CPMൽ നിന്ന് അകലിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില സമീപനങ്ങളും നിലപാടുകളുമാണെന്ന് അത് സംശയലേശമന്യേ പ്രത്യക്ഷമായി തന്നെ CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ CPM കാണുന്നത് എന്നുള്ള കാര്യം കൂടി ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. നേരത്തെ ഈ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കേരള കൗമുദിയിലെ ലേഖനത്തിലായിരുന്നു രാജ്യസഭാ സ്ഥാനാർത്ഥികളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രഖ്യാപനം അത് രണ്ട് മുന്നണികളും പ്രത്യേകിച്ച് CPM അക്കാര്യത്തിൽ നടത്തിയത് ഒരു സീറ്റ് ന്യൂനപക്ഷങ്ങൾക്ക്, അതായത് ഒരു സീറ്റ് ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ട ആൾക്കും മറ്റൊരു സീറ്റ് ആ രീതിയിലുള്ള ആൾക്കും നൽകി എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനം. അത് ഈ മതരാഷ്ട്രീയം പറയുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽക്കടക്കം വെള്ളാപ്പള്ളി നടേശൻ്റെ ലേഖനം ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് CPM ഇക്കാര്യത്തിൽ ഗൗരവമുള്ളൊരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയം. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. പലരും വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്താലും അഭിപ്രായം പറയാൻ മടിക്കുന്ന കാലത്ത് ഗോവിന്ദൻ മാസ്റ്റർ അതിനുള്ള കരുത്ത് കാണിച്ചു. നന്നായി.